മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മട്ടന്നൂർ നഗരസഭയിൽ ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ നടക്കും. നഗരത്തെ 4 മേഖലകളാക്കി തിരിച്ചാണ് ശുചീകരണം. ശുചീകരണത്തിൽ നഗരസഭാ മേഖലയിലെ മുഴുവൻ ആളുകളും പങ്കാളികളാകണമെന്ന് ഭരണസമിതി മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള 1000 പേർ ശുചീകരണത്തിൽ പങ്കാളികളാകും. 1 മണിക്കൂർ ഓട്ടം നിർത്തിവെച്ച് ഓട്ടോ തൊഴിലാളികളും പങ്കെടുക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണം നടത്തിയിരുന്നു. 5 ദിവസങ്ങളായി ഗാർഹികതല ശുചീകരണം, സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ശുചീകരണം, വാർഡ് തല ശുചീകരണം എന്നിവയും നടത്തി വരികയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം പ്രക്രിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടതിൻ്റെ ആവശ്യകത കഴിഞ്ഞ കുറച്ച് നാളുകളായി സാംക്രമിക രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് നിയന്ത്രിക്കണം. അതിന് വ്യക്തി ശുചിത്വത്തിൻ്റെ അതേ പ്രാധാന്യത്തിന് പരിസര ശുചിത്വത്തിന് ജനങ്ങൾ കൊടുക്കണം. പരിസര ശുചീകരണവും സ്ഥാപന ശുചീകരണവും നഗര ശുചീകരണവും 3 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കാനാണ് മട്ടന്നൂർ നഗരസഭ തീരുമാനിച്ചത്. സ്ഥാപനതല മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്ത് ഓരോ സ്ഥാപനത്തിലും ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുകയുണ്ട്. വിഭാഗം ജനങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് അവരുടെ വാർഡിലെ ശുചീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ജൂൺ 1 വരെ തുടരും. ഒപ്പം വീടുകളിൽ ഓരോ വീട്ടുകാരും അവരവരുടെ വീടും പരിസരവും ഒരു തരത്തിലും വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജനങ്ങൾ തന്നെ ജനകീയമായി തന്നെ വാർഡ് ഹെൽത്ത് കമ്മിറ്റിയുടെ അഭ്യർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ്, ഉപാധ്യക്ഷ ഒ പ്രീത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ മജീദ്, വി കെ സുഗതൻ, കൗൺസിലർമാരായ പി രാഘവൻ, പി അബ്ദുൾ ജലീൽ, സെക്രട്ടറി ഇൻചാർജ് കെ ടി പ്രണാം, സൂപ്രണ്ട് കെ രാമചന്ദ്രൻ, ക്ലീൻ സിറ്റി മാനേജർ കെ കുഞ്ഞിരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.